ഹായ്. അപ്പേ ഞങ്ങള് ഭീമനാട് ഒരു സൈറ്റിൽ പോയിക്കൊണ്ടിരിക്കല്ലേ അല്ലെ ഉമ്മർക്ക? അതായത് പാലക്കാട് ജില്ലയില്, അതായത് മലപ്പുറം പാലക്കാട് റൂട്ടില് നാട്ടുകല്ല് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ചും കൂടി ദൂരമുള്ളൂ ഭീമനാട്. അവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. GT മാർബിൾ വെച്ച സൈറ്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് പോകുന്ന വഴിയിലാണ് എന്റെ കൂടെ 2 സൂപ്പർവൈസേഴ്സ് ഉണ്ട് കേട്ടോ. ഉമ്മർക്കുണ്ട്, ഫസൽക്കുണ്ട്. അപ്പൊ രണ്ടുപേരും കിട്ടിയപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം. മെയിൻ ആയിട്ട് എല്ലാവർക്കും ഉള്ള സംശയം വർക്കിനെ കുറിച്ചാണ്. വർക്ക് അല്ലേ, വർക്ക് എങ്ങനെ എടുക്കും, ആരെടുക്കും, എങ്ങനെയാണ് ഇതിന്റെ വർക്ക്? പല ആൾക്കാരും പല പുറത്തുള്ള പണിക്കാരൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട് പല ആൾക്കാരെ. അപ്പൊ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വർക്കിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ സൈറ്റ് പോകുന്നുണ്ട്. സൈറ്റ് പോകണമെങ്കിൽ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനകത്ത് കാണിച്ചു. വർക്കെല്ലാം കഴിഞ്ഞു അല്ലേ? വർക്കെല്ലാം കഴിഞ്ഞ് ഉമ്മറക്കായിരുന്നു വർക്ക് നോക്കിയിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം അല്ലേ? പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. വർക്ക് മാർബിളിനെ കുറിച്ച് എല്ലാവർക്കും പലർക്കും പല സംശയങ്ങളുണ്ട്. വർക്ക് എങ്ങനെ എടുക്കും, ഒരുപാട് ടൈം എടുക്കുവോ, എത്ര സമയം എടുക്കും, ഒരുപാട് പൈസ ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും സംശയം ചോദിക്കുന്നതാണ്. മാർബിൾ വാങ്ങുന്നതിനേക്കാളും പൈസ കൂടുതലേ കാരണം വർക്കിന് അല്ലെ? നിങ്ങളൊക്കെ കേൾക്കാറുണ്ടാവും അങ്ങനെ? ഒന്നാമത് എന്താന്നാല് നമ്മള് ഫ്ലോറിംഗിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണല്ലോ. അതെ, ഏകദേശം ലാസ്റ്റ് ലെവലിലാണ് ഫ്ലോറിംഗിന്റെ വർക്ക് വരുന്നത്. അതെ. അപ്പൊ ആ ഒരു വീടിന് പുതിയതായി വീട് വെക്കുന്ന ആള് ഒരുപാട് പണികളും ഘട്ടങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലോറിംഗിലേക്ക് എത്തുന്നത്. അതിന്റെ ഉള്ളിൽ കുറെ അനുഭവങ്ങൾ, കാര്യങ്ങള്, കുറച്ച് നെഗറ്റീവ് അനുഭവങ്ങളും എല്ലാം ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഈ ധാരണയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതിൽ വരുന്നത്. അപ്പൊ പിന്നെ അവര് നാട്ടിലുള്ള ആളുകളോട് അന്വേഷിക്കുന്ന സമയത്ത് പൊതുവെ ടൈൽസിന്റെ പണിക്കാരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ മാർബിളിനെ കുറിച്ചുള്ള ധാരണ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിനെ കുറച്ച് ഡീഗ്രേഡ് ആയിട്ട് സംസാരിക്കാം. മാത്രമല്ല ചില സ്ഥലത്ത് പിന്നെ റേറ്റ് ഭയങ്കര കൂടുതൽ വാങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വർക്ക് കുറവേ കയറും, കുറഞ്ഞ പണിക്കാരുണ്ടാവുള്ളൂ. ഉള്ളൊരു മാക്സിമം ചൂഷണം ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയുണ്ട്, നല്ല റേറ്റ് ഒക്കെ വാങ്ങിയിട്ട്. അപ്പൊ പൊതുവെ എല്ലായിടത്തും ഇതായിരിക്കും എന്നുള്ള സംശയം വരും അല്ലേ? അത് പൊതുവെയുള്ള ധാരണ മാർബിൾ വർക്ക് എടുത്താൽ വലിയൊരു എമൗണ്ട് പണിക്കൂലി വരും എന്നുള്ള ധാരണ ഇപ്പൊ ആൾക്കാർക്കുണ്ട്. കുറെ മാറി തുടങ്ങിയിട്ടില്ലേ നമ്മുടെ വീഡിയോസ്? കാരണം നമുക്കന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ഒരു സൈറ്റ് നമ്മളെടുത്തപ്പോ ബാലുശ്ശേരി ഭാഗത്ത് ഏകദേശം 2 ലക്ഷം റുപ്യോളം പുറത്ത് ആൾക്കാർ വന്ന് പറഞ്ഞു പോയിനോ വർക്കിന്, മാർബിൾ വർക്കിന് മാത്രം. മാർബിൾ വർക്കിന് പിന്നെ നമ്മളെ അടുത്തേക്ക് എത്തിപ്പെടുന്നത് നമ്മളത് ഒരു ഏകദേശം 1.5 ലക്ഷം റുപ്യ ഉണ്ട് അവർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തു. 2600ഓളം സ്ക്വയർ ഫീറ്റുള്ള വീട് അല്ലേ? മൂപ്പര് ആദ്യം പറഞ്ഞിട്ടില്ല. നമ്മള് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മള് ക്ലോസ് ശേഷമാണ് മൂപ്പര് പറഞ്ഞത് പറഞ്ഞിരുന്നുള്ളത്. ഇവിടെ സൈറ്റ് ഇത് വേറെ സൈറ്റ് നമ്മൾ കഴിഞ്ഞതാണ്. ഇങ്ങനെ പറയുമ്പോ ആൾക്കാര് പൊതുവെ ഇതിന്ന് പോവാണ്. നമ്മള് കൂടുതൽ അന്വേഷണം ചെയ്യാത്തവര് പിന്നെ വേറെ ടൈൽസ് പോകും. കാരണം ഇതും പിന്നെ മാർബിള് റേറ്റ് കൂടുതലാണെന്നുള്ള ഇത് വരും അല്ലേ? അതെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റുള്ള സാധാരണ ഒരു വീട്, ആ വർക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ദിവസം വേണ്ടി വരും? അതായത് 1500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 1200 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഏകദേശം സമയങ്ങൾ വരുന്നത് ഒരേമാതിരി തന്നെ, ഒരേപോലെ തന്നെ വരാം. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതായത് എന്തായാലും നമ്മള് മാർബിളിന്റെ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ടൈൽ വർക്കുമായിട്ട് ഒന്നിച്ച് ചെയ്യാൻ കഴിയില്ല, ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഫ്ലോറിങ് വിരിച്ചിട്ട് പിന്നെ ഫസ്റ്റ് കോട്ട് അടിച്ച് പിന്നെ ചില്ലറ സ്റ്റെയർ കേസ് കാര്യങ്ങൾ, സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീടാണ് പോളിഷിലേക്ക് വരുന്നത്. 2-3 ഘട്ടമായി. എത്ര ഘട്ടം മൊത്തം വർക്ക് വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അതായത് പിന്നെ ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഫ്ലോർ വിരിക്കണു. വിരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് ഫസ്റ്റ് കോട്ട് മോട്ടർ അടിക്കണം, അതായത് മെഷീൻ അടിക്കണല്ലോ. ഈ ലെവലിംഗ് ആണല്ലോ, 0 കോട്ടിങ്, അതായത് ഫസ്റ്റും സെക്കൻഡും ഉള്ള 2 കോട്ടിങ് അടിച്ചിടും. അത് കഴിഞ്ഞ് 3ാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ സ്റ്റെയർ കേസ്, സ്റ്റെപ്പ്, സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും കഴിഞ്ഞ് 4ാം ഘട്ടമായിട്ടാണ് നമ്മൾ ഫിനിഷിംഗ് വർക്കിലേക്ക് പോകുന്നത്. 4 ഘട്ടം നമുക്ക് ഒരു വർക്ക് മൊത്തം വരും അല്ലേ? അപ്പൊ പിന്നെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. ഈ ഗൾഫിലൊക്കെ ഉള്ള ആളുകള് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോ അവര് ഈ ഒരു പ്രാവശ്യത്തിൽ അവർ കുടിയിരിക്കുന്നുണ്ടാവില്ല. അവരിപ്പോ പർച്ചേസിങ് കാര്യങ്ങൾ കഴിഞ്ഞ് വർക്ക് തുടങ്ങി വെച്ചിട്ട് പിന്നെ അടുത്ത വർഷമായിരിക്കും. അപ്പൊ നമ്മള് ഇത് മൊത്തം വർക്ക് ഒന്നിച്ച് തീർക്കായിരിക്കോ ചെയ്യാ, അതോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള? അല്ല, അങ്ങനെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ ചോദിക്കലുണ്ടല്ലോ. ഇന്നലെയും കൂടി ഒരാൾ വന്ന് അങ്ങനെ ചോദിച്ചു. അതായത് നമ്മൾ അങ്ങനെ ആവുമ്പോ ഇപ്പൊ താമസിക്കാൻ അല്ലെങ്കിൽ കുടിയിരിക്കാനുള്ള പ്ലാനിങ് ഇപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് ഫ്ലോർ വിരിച്ച് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് സ്റ്റെയർ കേസും സ്റ്റെപ്പും കാര്യങ്ങളും വെച്ചിട്ട് ബോക്സ് ഇട്ട് ചെയ്ത് വെക്കാം. അതായത് വർക്കിന്റെ 3 ഘട്ടങ്ങൾ കഴിച്ചിടാം. ലാസ്റ്റ് ഘട്ടങ്ങളായ പോളിഷില് പിന്നെ എന്നാണോ കൂടിയിരിക്കാന്നുള്ള പ്ലാനിങ് ഉള്ളത്
അതിനോട് അടുപ്പിച്ച് മാത്രം അടുത്ത് എത്ര സമയം പിന്നിട്ടിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ. ചിലപ്പോ ഒരു വർഷമാവും, ചിലപ്പോ 6 മാസം കൊണ്ടാവും. അപ്പൊ ചിലർ പലരും ചോദിക്കാറുണ്ട്, ഇത് ഇപ്പൊ ഇങ്ങനെ കിട്ടാൻ പിന്നെ നിങ്ങൾ വരുമോ, അങ്ങനെ കുറെ ആൾക്കാര് ചോദിക്കാറുണ്ട്. നമ്മള് കുറച്ച് ഇങ്ങനെ ഫുള്ളാക്കി പോണോ, അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ പകുതിയാക്കിട്ട് അങ്ങനെ ചിലർ പല ആൾക്കാരും മുങ്ങലുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കോള് വരലുണ്ട് പല സ്ഥലത്തുനിന്നും. നമ്മളെ വർക്ക് അല്ലാത്ത വർക്കുകൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ട് നമ്മളൊന്നും ഫിനിഷ് ആക്കി തരും, പകുതിയാക്കിട്ട് അവർ പണിക്കാർ പോയിട്ടുണ്ട്. ഇതൊന്ന് ലാസ്റ്റ് ഓയിൽ അടിക്കാണ്ട് അല്ലെങ്കിൽ ബാക്കിയുണ്ട്. അപ്പൊ അതുപോലെ കുറെ ആൾക്കാർക്ക് സംശയം, പിന്നെ വരൂലെന്നുള്ള സംശയം. അവരോട് പറയല്, ഇനി ഞാൻ ഇവിടുന്ന് ഈ ഫീൽഡിൽ നിന്ന് പോയാലും നിങ്ങള് സ്ഥാപനത്തിൽ നിന്നുള്ള അവസാനം എടുത്ത സ്ഥാപനം നടത്തുന്നതാവുമ്പോ ബന്ധപ്പെട്ടാല് നിങ്ങൾ ആരെങ്കിലും പണിക്കാരെ വിട്ടിട്ട് അത് ഫിനിഷ് ആക്കി തരും. ഒരു വർഷം 2 വർഷം 3 വർഷം. ഇപ്പൊ നമ്മള് ഇപ്പൊ മലപ്പുറത്ത് ഒരു സൈറ്റ് കൊറോണന്റെ സമയത്ത് ഏകദേശം 3 വർഷം 3.5 വർഷം മുന്നേ കഴിഞ്ഞ വർഷം ഒന്ന് ഫിനിഷ് ആക്കിയത്. ഇന്നല്ല, അപ്പൊ ഒരു മാസമായി. 3.5 വർഷം കഴിഞ്ഞിട്ട് 3.5 വർഷത്തിന് ശേഷം ഇപ്പൊ അതുപോലെ നമുക്ക് ഒരു സൈറ്റ് കിടക്കുന്നുണ്ട് ഇവിടെ കുറ്റിപ്പുറം ഭാഗത്ത്. 4 വർഷം മുന്നേ ചെയ്തത്. അതുവരെ വിളിച്ചിട്ടില്ല, അവർക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോ കമ്പനിന്റെ കീഴിലാവുമ്പോഴുള്ള ഗുണം അതാണ്, ഒരു ടീമില്ലെങ്കിൽ അടുത്ത ടീമിനെ വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും അല്ലെ. വർക്കൗട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്താല് അതാണ് ഇതാകും, പിന്നെ ഫിനിഷ് ആക്കി കൊടുക്കും. ഇനി എല്ലാവർക്കും സംശയം, വർക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, അതിനകത്ത് എന്തെല്ലാം മെത്തേഡുകളാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് പല ആൾക്കാർക്കുള്ള സംശയമുണ്ട്. ഒരു വീട്ടില് ഫസ്റ്റ് നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ? ആദ്യം അവിടുത്തെ കോൺക്രീറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഫ്ലോറിൽ വെച്ച കോൺക്രീറ്റ്, നിലവിലിട്ടിട്ടുള്ള കോൺക്രീറ്റ് എന്താ കാര്യമായിട്ട് പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ, അതായത് മാർബിൾ ആണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാർബിളും അതിന്റെ പുറമെ 2 ഇഞ്ച് കുമ്പായക്കാനൊക്കെ കോൺക്രീറ്റ് വേണമെന്നില്ല, ചെറുതായിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് മതി അവിടെ എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് എനിക്കാണ് എന്റെ വീടിനടക്കമുള്ള അനുഭവം എന്താന്ന് വെച്ചാല്, എനിക്കും ആ ധാരണ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ധാരണ. അതായത് നമ്മള് കനത്തില് കോൺക്രീറ്റോ അല്ല മാർബിളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ ചെയ്യും, പിന്നെ അടിയിൽ താഴെ കോൺക്രീറ്റ് അത്ര വലിയ ആവശ്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര ഫാൾട്ടാണ്. ഒന്നാമത് നമ്മളെ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുസരിച്ച് 6 മാസം മഴ ഉണ്ടാവും, നല്ല പുതിലുണ്ടാവും. അപ്പൊ ഇത് വരുമ്പോ ഈ പുതിൽ അടിയിൽ നിന്ന് വരുമ്പോ നാച്ചുറൽ സാധനങ്ങൾക്ക് അതിന്റേതായ ഡിഫക്ട് കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് അനുഭവമാണ്. അത് ഈ മാർബിൾ ആയിക്കോട്ടെ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ മണ്ണ് ഇളകിയിട്ട് താഴോട്ട് സ്വാഭാവികമായിട്ട് മെറ്റീരിയൽസിന് വരുന്ന പ്രോബ്ലംസ് ആണ്. ഒരു വർഷം സൗണ്ട് വരും അല്ലെ, ഫ്ലോർ സൗണ്ട് വരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാല്, നമ്മൾ മാർബിൾ ആയിക്കോട്ടെ ടൈലായിക്കോട്ടെ എന്തായിക്കോട്ടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്ലോറില് പിന്നെ കോൺക്രീറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം. മിനിമം 2 ഇഞ്ച് 2.5 ഇഞ്ചെങ്കിലും 2 ഇഞ്ച് മിനിമം കുറയാത്ത രീതിയിൽ ചെയ്യണം. അത് നല്ല സിമെന്റ് സ്ട്രോങ് കൊടുത്തിട്ട് നമ്മൾ ആ ധാരണ മാറ്റണം. അതായത് മുകളില് ടൈലോ അല്ലെങ്കിൽ പിന്നെ ഗ്രാനൈറ്റോ മാർബിളോ വരും, പിന്നെ അടിയിൽ കോൺക്രീറ്റ് നൈസായിട്ട് മതി എന്നുള്ള ആ ഒരു ധാരണ മാറ്റണം. കാരണം പുതിയ അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നാച്ചുറൽ സാധനങ്ങളാണെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഭാവിയിൽ വരും. അത് നമുക്ക് അനുഭവമാണ്, എന്റെ വീട്ടിലടക്കം കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. പഴയ വീട് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇപ്പൊ മാർബിൾ പണി ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം 10 വർഷം മുന്നൊക്കെ അല്ലെങ്കിൽ 15 വർഷം മുന്നേ ചെയ്ത കോൺക്രീറ്റുകളേക്കാരം കാശില്ലാത്തിന്റെ പേരിൽ ഇപ്പോഴേക്കാരം ഫ്ലോറിംഗ് വർക്ക് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് 1-2 വർക്കുകളൊക്കെ അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്. രണ്ടാമത് കോൺക്രീറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പൊളിച്ച് വാങ്ങിയിട്ട് സ്ട്രോങ് ഇല്ലാത്തതിന്റെ പേരിലും മെറ്റലില്ലാതെയും ഇതിനോടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിനെ കംപ്ലൈന്റ് ആയിരിക്കും വരിക. അപ്പൊ ആളുകൾ പറയും നമ്മളെ വർക്കാണ് പ്രശ്നം എന്നുള്ളത്, പ്രോബ്ലം ആണെന്ന് പറയും. പക്ഷെ ഇതിന്റെ മെയിൻ കാരണം വരുന്നത്, അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഏത് ഗ്രാനൈറ്റ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും അപ്സ്റ്റേറിൽ വെച്ച വീടുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല, കാണില്ല. പോളിഷിലോ അല്ലെങ്കിൽ വേറെ ചിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ കാണാറ്. അപ്പൊ ഇതിലെന്താന്ന് പറഞ്ഞാല് സാധാരണ പിന്നെ കോൺക്രീറ്റിന് ആരും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് പിന്നെ പ്ലാസ്റ്റിക് കരാർ കൊടുക്കുമ്പോ അവരോട് പറയും നിങ്ങൾ എന്തെങ്കിലും ഇട്ടാണ്ടി എന്ന് പറയും. ജസ്റ്റ് ആ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ മുമ്പായിട്ട് ആ കുമാൻ ചാടാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കോൺക്രീറ്റ് അതാണ് ചെയ്യും. അതാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മള് കോൺക്രീറ്റ് മേലെ കോൺക്രീറ്റ് വാർപ്പ് ചെയ്യണം, അതേ ക്വാളിറ്റി തന്നെ ശരിക്കും കമ്പില്ലെങ്കിലും നമ്മള് കോൺക്രീറ്റ് നല്ല സ്ട്രോങ് തന്നെ ചെയ്യണം. അപ്പൊ ഞങ്ങള് ഭീമനാട് സൈറ്റിൽ പോയി ഹോം ടൂർ വീഡിയോ ഒക്കെ എടുത്തു അല്ലെ, അവരെ വീടൊക്കെ കണ്ടു വന്നു. എങ്ങനെയുണ്ട് ഫസൽക്ക വർക്ക്? സൂപ്പർ അല്ലായിരുന്നോ? ഓക്കെ, അവർക്കും എല്ലാം ഹാപ്പി ആയിട്ടുണ്ട് അവരൊക്കെ കേട്ടോ. നമ്മളെ ബാക്കിയുള്ള ഇതിലേക്ക് തന്നെ വരാം. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺക്രീറ്റിനെ കുറിച്ച്. കോൺക്രീറ്റിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോൺക്രീറ്റ് നമ്മള് കനത്തിലിട്ട് നോട്ടിക്കോ, അപ്പോൾ നമ്മള്
പലരും ഇത് കാണില്ല. കോൺക്രീറ്റ് നമ്മള് വാട്ടർ ലെവൽ നോക്കുക എന്നുള്ള സംഭവം വല്ലാതെ ചെയ്യണില്ല. എന്താ സംഭവം എന്ന് വെച്ചാല് സാധാരണ പ്ലാസ്റ്റിക് ചെയ്യണ ബംഗാളികളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും കോൺക്രീറ്റ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് പിന്നെ ആദ്യം ബെൽറ്റ് ഇട്ടുണ്ടാവുമല്ലോ വീടിന്. അപ്പൊ ഈ വീടിന്റെ ബെൽറ്റ് നല്ല വാട്ടർ ലെവലായിരിക്കും പറഞ്ഞിട്ട് അതിന്റെ ആ ബെൽറ്റിന്റെ അതേ ലെവലിൽ കോൺക്രീറ്റ് പോരും. വാട്ടർ ലെവൽ പൈപ്പ് പിടിച്ച് നോക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ലേ? സ്വാഭാവികം അങ്ങനെ ധാരണയാണ്. കാരണം ബെൽറ്റ് വാട്ടർ ലെവലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കരിങ്കലിന്റെ തറ അല്ലെങ്കിൽ വെട്ടുകല്ലിന്റെ തറ. അപ്പൊ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബെൽറ്റിലും വ്യത്യാസം വരും വാട്ടർ നോക്കാനാല്. അപ്പൊ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോ നമ്മള് ഫ്രണ്ടില് വാതിൽ കട്ടിൽ വെച്ചിട്ടുണ്ടാവും. കിച്ചണിന്റെ അവിടെയും വാതിൽ കട്ടിൽ വെച്ചിട്ടുണ്ടാവും. കട്ടിൽ ചെടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ ക്ലിയർ അല്ലെങ്കിൽ ഈ ചെടിയൊക്കെ മൂടിപ്പോകും. അങ്ങനത്തെ അവസ്ഥ. അപ്പൊ ഇന്ന് ഞാൻ സൈറ്റില് വർക്ക് തുടങ്ങാൻ വേണ്ടി പോയപ്പോ ഫ്രണ്ടിലെ കട്ടില നല്ല ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. കിച്ചണത്തെ അവിടെ ആകെ ചെറിയ കനമുള്ളൂ. അപ്പൊ അവിടെ ഈ ഇവിടുത്തെ ലെവലിൽ അങ്ങോട്ട് പോകുമ്പോ വാട്ടർ ലെവൽ കോൺക്രീറ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അവിടെ പൊങ്ങി നമുക്ക് കനം കുറക്കാനും കഴിയണില്ല. കാരണം ചില ഏരിയയില് മിനിമം കനം നിൽക്കണോണ്ട് നമുക്ക് മാർബിൾ വിൽക്കണേ മിനിമം 1 ഇഞ്ച് കുമ്മാക്കനേലും കിട്ടണല്ലോ. മിനിമം കിട്ടണം. ഒരു 1.5-2 ഇഞ്ചില് മാർബിളും കുമ്മായും കൂടി വന്നെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ നല്ല ക്ലിയർലി വിരിക്കാൻ കഴിയുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് വിരിക്കാൻ പറ്റുള്ളൂ. ഈ ഫൈനൽ ആയിട്ടുള്ള വർക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കല്ലേ. ഇത് എന്താണ് കോൺക്രീറ്റിൽ നമ്മൾ കാര്യമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. കാരണം കോൺക്രീറ്റ് അത്ര പ്രശ്നമില്ലല്ലോ. നമ്മള് ബാക്കി ഇത്രയും 2 ഇഞ്ചൊക്കെ പൊന്താളല്ലേ എന്നുള്ള ധാരണ എല്ലാവർക്കും അവിടെ സംഭവിക്കണല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കാൻ നല്ലൊരു. ഇവര് പണിക്കാര് കോൺക്രീറ്റിനെ പറയുമ്പോ അധികം ആൾക്കാരും പറയണത് അത് മാർബിൾ ടൈലൊക്കെ ഇടുമ്പോ അവര് റെഡിയാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. തുടക്കം മുതൽ ശ്രദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. ചില സെന്റർ പൊന്തിയിട്ടുണ്ടോ. മാത്രല്ല നമുക്ക് സാധനങ്ങളും കൂടുതൽ ചെലവും സിമെന്റ് ഇതൊക്കെ കൂടുതൽ ചെലവും. പ്രതീക്ഷയിലും കൂടുതൽ നമുക്കൊരു കണക്കുണ്ട്. ആ കണക്കിനേക്കാൾ കൂടുതൽ വരും അല്ലേ. ഇപ്പോ കോൺക്രീറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത് നോക്കേണ്ടത് അവർക്ക് ഇപ്പൊ മാർബിൾ നമ്മൾ കൊടുത്തല്ലോ. പിന്നെ വേണ്ടത് മണല്, സിമെന്റ്. ഇതൊക്കെ എത്രത്തോളം വേണ്ടി വരും? എല്ലാവരും ചോദിക്കണതാണ്. എത്ര വരും, സിമെന്റ് എത്ര വരും എന്നൊക്കെ എല്ലാവരും ചോദിക്കണ കാര്യമാണ്. ഇത് സാധാരണ ലെവലില് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റിന് ഒരു 1.25 യൂണിറ്റ്, അതായത് 125 സ്ക്വയർ ഫീറ്റ് പിന്നെ എംസാന്റാണ് വരിക. സ്ക്വയർ യൂണിറ്റ് അല്ലേ? അതായത് 1.25 യൂണിറ്റ് എന്ന് പറയും. 1.25 യൂണിറ്റ്. ഓക്കെ. അപ്പോ 1000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ 1500 ഒക്കെ ആകുമ്പോ ഒരു 1.5 യൂണിറ്റ്. എല്ലാം യൂണിറ്റ് ആണല്ലേ? അടിക്കണക്കാണല്ലേ? 1.5 യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1500 സ്ക്വയർ ഫീറ്റ് യൂണിറ്റ് ആണ് വരാറുണ്ട്. ഓക്കെ. പിന്നെ അത് ഏത് തരം മണലാണ് ഉപയോഗിക്കൽ എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. എംസാന്റിൽ ഇപ്പൊ നമ്മള് പിന്നെ തരിയുള്ളത്, അതായത് നമ്മൾ പടവിന് കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന തരിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഫ്ലോറിംഗ് ആയിട്ട് നല്ലത് അല്ലെ. അപ്പൊ ഈ നമ്മൾ പഴയ പുഴമണൽ ഉണ്ടല്ലോ, പുഴമണൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷെ അതാകുമ്പോ നമുക്ക് ഈ വലിയ തരികളൊക്കെ ഉള്ളതൊക്കെ കല്ല്, അതായത് പിന്നെ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ തരിക്കേണ്ടി വരും. വലിയ കണ്ണി തരിപ്പെട്ടിട്ട് തരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും സിമെന്റ് മിക്സ് ആവാനും സെറ്റിങ്ങിനും ഏറ്റവും നല്ലത് മണലാണ്. കഴിഞ്ഞിട്ടുള്ള എംസാന്റ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ എംസാന്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെ പ്രശ്നം ഇപ്പൊ നമ്മൾ കടലോരത്ത് ഭാഗത്ത് ബീച്ച് ഏരിയയിലൊക്കെ പണിയെടുക്കുമ്പോ അവിടെ വരുന്ന മണലിൽ ചിലപ്പോ ഉപ്പ് അംശം കൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? അതായത് എംസാന്റിൽ ഉപ്പ് കലർന്ന അല്ല മണല് ഉപ്പ് കലർന്ന മണലാണെങ്കിൽ അതിലേറെ നല്ലത് എംസാന്റ് തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മള് തവനൂര് പണിയെടുക്കുന്നുണ്ട്. അവിടെ നല്ല പുഴ മണല്, നല്ല ഞാൻ തന്നെ കണ്ടിട്ട് അന്തം വിട്ടു. നല്ല രസമുള്ള നല്ല മണല് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മള് നിങ്ങൾ മുണ്ടക്കോട് ഭാഗത്ത് കട്ടിങ് ചെയ്തപ്പോഴും മണല് കിട്ടി. മണല് വണ്ടർ കട്ടിങ് ചെയ്ത ചില ഏരിയകളിലൊക്കെ കിട്ടുന്നുണ്ട്. എംസാന്റിനാട്ടും കുറച്ച് റേറ്റ് ഒക്കെ കൂടും, ചെലവ് കൂടും. ഓക്കെ. ഇനി ഒരു 1000 സ്ക്വയർ ഫീറ്റ് മാർബിൾ ഇരിക്കുമ്പോ എത്ര ചാക്ക് സിമെന്റ് വേണ്ടി വരും? സാധാരണ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺക്രീറ്റ് ഒക്കെ ലെവലാണെന്നുണ്ടെങ്കിൽ സാധാരണ ലെവലില് 100 സ്ക്വയർ ഫീറ്റിന് 2 ചാക്ക് എന്നുള്ള ലെവലിലാണ് നമുക്ക് വരല്. 2 ചാക്ക് 100 സ്ക്വയർ ഫീറ്റിന് 2 ചാക്ക്. അത് കോൺക്രീറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടൊക്കെ വരും. നമ്മൾ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കേസ് വരുമ്പോ അല്ലെ. അപ്പൊ അതൊരു 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു 20 ചാക്ക് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരാറ്? അതെ. പിന്നെ ഈ കോൺക്രീറ്റിന്റെ ലെവലിനനുസരിച്ച് കൂടും വ്യത്യാസങ്ങൾ വരും. ചില സൈറ്റ് പിന്നെ ഈ ചാക്കോട് തീരുവെച്ചാൽ അതേ സ്ക്വയർ ഫീറ്റ് തന്നെ വേറെ ചിലപ്പോ സൈറ്റ് പോകുമ്പോ ചിലപ്പോ 1-2 ചാക്ക് അധികം വരും. ഓക്കെ. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് സിമെന്റ്, വൈറ്റ് സിമെന്റ് ഉപയോഗിക്കണോ? അങ്ങനെ ചോദ്യം വരാറുണ്ടല്ലോ. അത് എന്തൊക്കെ കേസിലാണ് നമ്മൾ വൈറ്റ് സിമെന്റ് ഉപയോഗിക്കാറ്?
ഇത് നമ്മള് പിന്നെ മാർബിളില് വൈറ്റ് മാർബിളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട് ഒഴിക്കാൻ എന്തായാലും വൈറ്റ് സിമെന്റ് ഉപയോഗിക്കണം. കാരണം വൈറ്റ് മാർബിൾ ട്രാൻസ്പെറന്റ് ആണ്. അടിയിൽ എന്താണോ അതിന്റെ നേലും മേൽക്കും എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പത്തെ ലെവലില് എന്തായാലും പിന്നെ എംസാന്റെ അളവ് ഉപയോഗിക്കണം. ബ്ലാക്ക് കളറായിരിക്കും, സിമെന്റും കൂടി മിക്സ് ആയിട്ട് നല്ല കടും ഡാർക്ക് കളറായിട്ടാണ് വരിക. അപ്പൊ അതിന് മുകളിൽ വൈറ്റ് മാർബിൾ ചെയ്യുമ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതില് പ്രൈമർ മസ്റ്റാണ്. പിന്നെ വൈറ്റ് സിമെന്റ് ഗ്രൗട്ട് ഒഴിക്കലും നിർബന്ധമാണ്. സാധാരണ ഇപ്പൊ നമ്മള് ഈ ആസ്പുരി ടൈപ്പ് മാർബിളൊക്കെ കുറച്ച് ലൈറ്റ് കളറാണ്. അങ്ങനത്തെ നമുക്ക് വൈറ്റ് സിമെന്റ് ഉപയോഗിച്ചാൽ നല്ലതാണ്. അതിന്റെ വൈറ്റ്നസ് ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടി ചെയ്യാം. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കട്നിയിലൊക്കെ വൈറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ഒന്നും സ്ട്രോങ് ആവും. വൈറ്റ് സിമെന്റ് കുറച്ചും കൂടി സ്ട്രോങ് ആണോ? സെറ്റിംഗ് കൂടുതൽ. അപ്പൊ ഈ കട്നി കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് സിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും നല്ലതല്ലേ? കട്നിക്ക് എന്താ ടെമ്പർ ഭയങ്കര നല്ല ടെമ്പറാണല്ലോ. അതെ അതെ. സിമെന്റ് നമുക്ക് പിടിക്കാനൊരു ചെറിയ പ്രശ്നം. സാധാ സിമെന്റ് ആണെങ്കിൽ കുറച്ച് നമുക്ക് മറ്റിനേക്കാളും കൂടുതൽ ഇതാവൂല്ലേ, ടൈം എടുക്കും. കൂടി പിടിക്കാൻ നല്ലത് വൈറ്റ് സിമെന്റ് ആണ്. ഓക്കെ. പിന്നെ പ്രൈമർ അടിക്കണ്ടേ? അത് പല ആൾക്കാർക്കും സംശയമുണ്ട്, എന്തിനാ പ്രൈമർ. ഇന്നിപ്പോ ഫസൽക്ക പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഫസൽക്കാന്റെ സൈറ്റില് ഒരു സൈറ്റിൽ വർക്ക് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ബാക്കിയുള്ള പണിക്കാർ പറഞ്ഞു, ടൈൽസ് പണിക്കാർ പറഞ്ഞു, ഞങ്ങൾ 10-15 കൊല്ലായി മാർബിൾ എടുക്കുന്ന ആൾക്കാർ 20 വർഷമായി അല്ലേ? പ്രൈമർ എന്താന്ന് കണ്ടിട്ടില്ല, ബാക്കോട്ട് എന്താന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ അത് വീട്ടുകാർക്ക് സംശയമായിരിക്കും, ഇവര് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യണേ, റേറ്റ് കൂട്ടാനുള്ള ഓരോ ഐഡിയകളാണോ എന്നൊക്കെ അല്ലേ? ആക്ച്വലി എന്തിനാ നമുക്ക് പ്രൈമർ അടിക്കണേ? പ്രൈമർ എടുക്കാൻ എന്താന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അതായത് പിന്നെ ഒന്ന് താഴത്തുള്ള ഈർപ്പം മേൽക്ക് എടുക്കാതിരിക്കാൻ. രണ്ടാമതായിട്ട് നമുക്ക് എംസാന്റിന്റെ കളറ് മുകളിലോട്ട് കയറാതിരിക്കാൻ, ഇൻ കേസ് എന്തെങ്കിലും കെമിക്കൽ കാര്യങ്ങളുണ്ടെങ്കിൽ, മണലിലൊക്കെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റേതായ ഡിഫക്റ്റ് മേലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കോട്ടിങ് കൊടുക്കണം അല്ലെ? അണ്ടർ കോട്ടിങ് കൊടുക്കണം. അത് ഈർപ്പം ചിലപ്പോൾ തടയും. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താ, ചിലപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ 1000-1500 സ്ക്വയർ ഫീറ്റ് മാർബിൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 100 രൂപന്റെ മാർബിൾ എടുത്താൽ 1,50,000 രൂപയായി. അതിന് നമ്മളൊരു 5,000 രൂപന്റെ പ്രൈമർ ആകെ വാങ്ങണത്. ഒരു 2,000-3,000 രൂപ 3,500 രൂപയോളം പണിക്കൂലിയും വരും. എന്നാൽ പിന്നെ നമുക്കിത് വിരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ ടെക്നോളജികൾ പുതുതായിട്ട് വരുമ്പോ ഇതെന്തെങ്കിലും പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. അല്ലാതെ ഇത് വെറുതെ ഒരാളൊന്നും കൊടുത്തിട്ട് ചെയ്യൂലല്ലോ. മാർബിളിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടെത്തി ഒരുപാട് കമ്പനികൾ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇത് ചെയ്യും. ഈ ഫീൽഡിലുള്ള എല്ലാ കമ്പനികളും പ്രൈമർ ഇറക്കുന്നുണ്ട്. ഈവൻ എൻഡ്യൂറോ വരെ. എൻഡ്യൂറോ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ്, നല്ല ബ്രാൻഡുകളാണ്. അവരൊക്കെ ഇത് ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ശരിക്കും ഇറ്റാലിയൻ ടെക്നോളജി, അതായത് ഇങ്ങനത്തെ ഈ ഐറ്റംസ് ഒക്കെ ഇറ്റാലിയൻ ടെക്നോളജി, ഇറ്റാലിയൻ മാർബിളില് അപ്ലൈ ചെയ്ത് വന്നിരുന്നാണ് ഇപ്പൊ ഇത് നമ്മളെ ഇന്ത്യൻ മാർബിളിലോട്ട് എത്തിപ്പെട്ടതാണ്. അപ്പോ പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ള കാരണം കൊണ്ട് ഇതിങ്ങനെ മാർക്കറ്റിൽ ഇല്ല എന്നുള്ള മറ്റുള്ള കസ്റ്റമേഴ്സിനൊക്കെ പറയുമ്പോ അവർ നമ്മൾ തെറ്റായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആൾക്കാരെ അടിച്ചേൽപ്പിക്കാന്നുള്ള ചിന്ത വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മളോടല്ല, ഒരു അത്യാവശ്യം നല്ല വർക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് മതി. ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഞങ്ങൾ ഒരാളെ നിർബന്ധിക്കില്ല. എല്ലാ ഏത് മാർബിളിനും നമ്മളിപ്പോ വൈറ്റിനാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷെ ഏത് കല്ലിനടിച്ചാലും നല്ലതാണ്, ഈർപ്പം കൂടുതലുള്ള സ്ഥലത്ത്. അതാണ് കമ്പനികൾ പറയുന്നതെല്ലാം ആ രീതിയിലാണ് പറയുന്നത്. അത് അടിക്കണ മെത്തേഡിൽ തന്നെ അടിക്കുമ്പോൾ അല്ലേ? ഒരു ദിവസം പലരും എന്താന്നാല് നമുക്ക് അടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. എന്താന്നാല് വലിയ സ്ലാബ് ആണെങ്കിൽ ഇത് നാലാളെ പിടിച്ചിട്ട് അടിച്ചത് മാറ്റി വെക്കണം, അന്ന് വർക്ക് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമർ അടിച്ചിട്ട് അന്ന് തന്നെ കൊണ്ടുപോയി അതുകൊണ്ട് കാര്യമില്ല. അത് ഉണങ്ങൂലല്ലോ. ഉണങ്ങി കിട്ടി ഇതൊരു മേലെ ബാക്കിൽ ഒരു കോട്ടിംഗ് ആയിട്ട് വരണം. 2 ലെയർ ഉപയോഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് ഫിറ്റിംഗ് ആണ് നല്ലത്. ഫിറ്റിംഗ് ആകുമ്പോൾ അതിന്റെ ഒരു ലെയർ ഇങ്ങനെ വർട്ടിക്കൽ ആണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ അടിച്ചിട്ട് റെഡിയാക്കി വെക്കണം അല്ലേ? അങ്ങനെ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മള് ഒരു വീഡിയോ ഇത് ഒരു വലിയ ലെങ്ത് ആയി പോകും. കാരണം വെച്ചാൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു അളവും കൂടെ ഉണ്ട് അല്ലേ? കുറച്ച് എവിടെയാണ് സ്ഥലത്? കാപ്പ് സ്ഥലത്ത്. അപ്പൊ അവിടെ ഒരു അളവും കൂടെ ഉണ്ട്. പുതിയ സൈറ്റാണ്. അപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി ചെയ്തു പുറത്തൊക്കെ ഏകദേശം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോകണം. അപ്പൊ അടുത്തൊരു ഘട്ടത്തില് ഞങ്ങൾ എല്ലാവരും കൂടുന്ന സമയത്ത് ഇതിന്റെ ബാക്കിയുള്ള സെക്ഷനും കൂടെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. മാർബിളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. മാർബിൾ പർച്ചേസ് ചെയ്യണമെങ്കിലും വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിനകത്തൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ശരി, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിരിക്കും വേണേ. ഓക്കെ, താങ്ക് യു.